പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് ഫിസിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDCക്കായി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് ഏതാണ്? ഉത്തരം LED ബൾബുകളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ടങ്സ്റ്റണിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ടങ്സ്റ്റണിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഉത്തരം താഴ്ന്ന ദ്രവണാങ്കം. ടങ്സ്റ്റണിന് ഉയർന്ന ദ്രവണാങ്കമാണുള്ളത്. അടുത്ത ചോദ്യം, മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും? മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും? അവ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം തുല്യമായിരിക്കും. മിനുസമുള്ള പ്രതലങ്ങളിൽ നടക്കുന്നത് ക്രമപ്രതിപതനമാണ്. ക്രമപ്രതിപതനത്തിൽ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അടുത്ത ചോദ്യം, പ്രകാശം 1 സെക്കൻഡിൽ ഗ്ലാസ്സിൽ സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? പ്രകാശം 1 സെക്കൻഡിൽ ഗ്ലാസ്സിൽ സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? ഉത്തരം 2,00,000 കിലോമീറ്റർ. അടുത്ത ചോദ്യം, വാഹനങ്ങളിൽ റിയർവ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനങ്ങളിൽ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിന് വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വാഹനങ്ങളിൽ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. താഴെ പറയുന്നവയിൽ വൈദ്യുതകാന്തിക പ്രേരണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാത്ത ഉപകരണം ഏതാണ്? താഴെ പറയുന്നവയിൽ വൈദ്യുതകാന്തിക പ്രേരണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാത്ത ഉപകരണം ഏതാണ്? ഉത്തരം ടെലിവിഷനാണ്. അടുത്ത ചോദ്യം, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺകേവ് മിററാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളുടെ ഉൾവശം വായു ശൂന്യമാക്കുന്നത് എന്തിനാണ്? ഇൻകാൻഡസെൻ്റ് ലാമ്പുകളുടെ ഉൾവശം വായു ശൂന്യമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഫിലമെൻറ്റിൻ്റെ ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പുകളുടെ ഉൾവശം വായു ശൂന്യമാക്കുന്നത്. അടുത്ത ചോദ്യം, ചെറിയ തോതിൽ വൈദ്യുതി സംഭരിച്ചു വയ്ക്കാൻ കഴിവുള്ള സംവിധാനം ഏതാണ്? താഴെ കൊടുത്തവയിൽ ചെറിയ തോതിൽ വൈദ്യുതി സംഭരിച്ചു വയ്ക്കാൻ കഴിവുള്ള സംവിധാനം ഏതാണ്? ഉത്തരം കപ്പാസിറ്ററുകളാണ്. അടുത്ത ചോദ്യം, മിന്നൽ രക്ഷാചാലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മിന്നൽ രക്ഷാചാലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ള മാധ്യമം ഏതാണ്? പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ള മാധ്യമം ഏതാണ്? ഉത്തരം വജ്രമാണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മൈക്കൽ ഫാരഡേ ആണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺകേവ് ദർപ്പണമാണ്. താഴെ പറയുന്നവയിൽ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? താഴെ പറയുന്നവയിൽ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഫാരഡ് ആണ്. അടുത്ത ചോദ്യം, വൈദ്യുത ചാർജുകളെ കടത്തിവിടാത്ത വസ്തുക്കളെ ഡാഷ് എന്ന് വിളിക്കുന്നു. വൈദ്യുത ചാർജുകളെ കടത്തിവിടാത്ത വസ്തുക്കളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസിൽ ചാലകങ്ങൾ, പ്രതിരോധകങ്ങൾ, കുചാലകങ്ങൾ, പദാർത്ഥങ്ങൾ. ഇവയിലേതാണ് വൈദ്യുത ചാർജുകളെ കടത്തിവിടാത്ത വസ്തു? ഉത്തരം കുചാലകങ്ങളാണ്. ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഉത്തരം നിക്രോമാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഡയോപ്റ്റർ. അടുത്ത ചോദ്യം, താപോർജ്ജത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും താപം മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? താപോർജ്ജത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും താപം മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജൂൾ നിയമം, താപോർജ്ജവുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് ജൂൾ നിയമം. ഇദ്ദേഹമാണ് താപോർജ്ജത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും താപം മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചും പഠനം നടത്തിയത്. അടുത്ത ചോദ്യം, ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പൈപ്പ് വഴി താഴേക്കൊഴുക്കി
ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ഡാഷ്. ഉയരത്തിൽ കെട്ടി നിർത്തിയിരുന്ന ജലം പൈപ്പ് വഴി താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ഡാഷ്. ഏതാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ? ഉത്തരം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലാണ് ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത നിറം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത നിറം ഏതാണ്? ഉത്തരം മഞ്ഞയാണ്. അടുത്ത ചോദ്യം, ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഗാൽവനോമീറ്റർ ആണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയെയും ചുവപ്പിനെയും കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയെയും ചുവപ്പിനെയും കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? ഉത്തരം മഞ്ഞയാണ്. അടുത്ത ചോദ്യം, വൈദ്യുതി വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതി വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം വാട്ട് ഹവർ മീറ്റർ ആണ് വൈദ്യുതി വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്നത്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയെയും നീലയെയും കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള പച്ചയെയും നീലയെയും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? ഉത്തരം സയനാണ്. കൽക്കരിയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? കൽക്കരിയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? ഉത്തരം കാർബൺ ആണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് ഏതുതരം പ്രതിപതനമാണ്? അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് ഏതുതരം പ്രതിപതനമാണ്? ഉത്തരം വിസരിത പ്രതിപതനമാണ്. ഏത് വാതകത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത്? ഏത് വാതകത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത്? ഉത്തരം ഓക്സിജൻ ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ള മാധ്യമം ഏതാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ള മാധ്യമം ഏതാണ്? ഉത്തരം ശൂന്യതയാണ്. താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ്. മഴവില്ലിൽ തരംഗദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണ്? മഴവില്ലിൽ തരംഗദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണ്? ഉത്തരം വയലറ്റ്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഡെൻമാർക്കാണ്. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? ഉത്തരം അപവർത്തനം സംഭവിക്കുന്നത് മൂലമാണ് പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, കൽക്കരി പോലെയുള്ള ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലുള്ള നീരാവിയാക്കി അതുപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ഡാഷ്. കൽക്കരി പോലത്തെ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലുള്ള നീരാവിയാക്കി അതുപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തെർമൽ പവർ സ്റ്റേഷനുകൾ. തെർമൽ പവർ സ്റ്റേഷനുകളിൽ ഇത്തരത്തിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ്. 30 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.